ഓട്ടോ. പക്ഷേ താങ്ക്സ്. ഞാൻ നാളെ നേരത്തെ എത്തിക്കോളാം. ഓ കുഴപ്പമില്ല, ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ. എവിടെ പോണം? അതെന്ത് ചോദ്യാ മാഷേ, വീട്ടിൽ അമീർ ഒറ്റക്കല്ലുള്ളൂ. പിന്നെ അയാളൊരു ബോധമില്ലാത്ത മനുഷ്യനാ. എങ്ങോട്ട് ഇറങ്ങിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നാളെ കോളേജിൽ നിന്ന് കാണാം. ഹലോ ഹലോ, ഒന്നും കൂടെ വയ്ക്കാൻ പറ്റില്ല. ചേച്ചി, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാ? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയതാണോ ഇതിൻ്റെ പ്രശ്നം? പാവാ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക്. അത് ഒറ്റയ്ക്കൊന്നുമല്ല, അവിടെ കൂട്ടുകാരനുണ്ട്. എന്തായാലും ചേച്ചി ആളെ കാണാൻ പോകുമ്പോഴൊക്കെ ആൾക്ക് ദുരന്താണല്ലോ. ഇവർ കല്യാണം കഴിച്ച പൊളിക്കും. രണ്ടും ഇറങ്ങിപ്പോ, എനിക്കിടന്ന് ഉറങ്ങണം. പോ. ഗുഡ് നൈറ്റ് ചേച്ചി. ഗുഡ് നൈറ്റ്. ഹലോ. ആഹാ പറയൂ. ഞാൻ പോകുന്നത് മാഷിനും ഫ്രണ്ടിനും ഇടങ്ങിയാറായില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. മറ്റയാള് വീട്ടിൽ പോയി, പുള്ളിയുടെ ഭാര്യ ഒറ്റക്കാണ് വീട്ടിലെ. അയ്യോ, എന്നാ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരാം. ഹേയ് എൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ബണ്ണാണോ? പണ്ണോ? ആ. പണ്ണോ വെറുതെ ഉണ്ട്. പാലുണ്ടാവും. ആശുപത്രിയാണ്. ഒരു ചെറിയ ആക്സിഡന്റ് പറ്റതാ. കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് കോളേജിൽ പോട്ടെ. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഓക്കെ. ആ വണ്ടി ഇടിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അത് വരും. ആ. പോയിട്ട് വരാം. അല്ല മാഷേ, നിങ്ങൾ ആ വിഗും വെച്ചിട്ട് പോലെ കാണാൻ പോയത്? നിങ്ങൾ ആളൊരു വമ്പൻ തന്നെ കേട്ടാ. റഹീമ, നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കണക്ക് കയറ്റിക്കല്ല കേട്ടോ. എല്ലാം കൂടി എത്രയായി? 9341 രൂപ. പിന്നെ ചായ, ബണ്ണ് പോലെ അതിൻ്റെ പൈസ എക്സ്ട്രാ. സാരില്ല മാഷേ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ശ്രീധരത്തിൽ കൂട്ടി വാങ്ങാലോ. നിങ്ങൾ എന്നെ കളിയാക്കുക. എപ്പോഴാണ് ഡിസ്ചാർജ്? ഉച്ചയാവുന്ന പറഞ്ഞു. എന്നാ പിന്നെ സമയം കളയണ്ട മാഷേ, എളുപ്പം തന്നെ പോയിക്കോ. ചൂടാറായി പിന്നെ ചോദിക്കാൻ പറ്റൂല. അത് പോയിന്റ്. ഫോണിട്ടു. കറക്റ്റ് പോയിന്റ്. അത് ഫോണ്
സോറി ഞാനേ. ശരി മാഷെ. ചിന്നു ആ മാഷേ, എവിടെ പോണോ? മൂപ്പരെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ? നിങ്ങളുടെ വീട് എവിടെ? തിരുവനന്തപുരത്തെന്നാ പറഞ്ഞേ. ഓ, ഞാനും പറ. തിരൂരിലേക്കോ? മാഷിന് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് കൊടുത്തു. ആണോ? നന്നായി, അതാകുമ്പോ ഒരു കമ്പനി ആവുമല്ലോ. മാഷ് കയറിക്കോ. ഹോസ്പിറ്റലിലെ ബില്ല്. എക്സ്റേയുടെ സ്കാനിങ്. ശരി മാഷേ. മാഷിന് എന്തായാലും ഉറക്കമൊക്കെ ശരിയായില്ലേ? ഹേയ്, വല്ലപ്പോഴും ഒരു ബ്രേക്ക് അല്ലേ, അത് രസമാണ്. അതെ, ഇവർക്ക് വഴിയറിയും. ബസ്സിൽ പോയാൽ അറിയാന്നാ പറഞ്ഞേ. നമ്മുടെ ബസ്സിൽ പറയായിരുന്നല്ലേ. പക്ഷെ മൂപ്പർക്ക് കാറിൽ തന്നെ പോയാൽ മതി. വണ്ണില്ല ഇവിടെ. വണ്ണില്ലേ? ബസ് സ്റ്റോപ്പ് എത്തിട്ടാ. ഇവിടെ വലത്തോട്ട് അതന്നെ എനിക്കറിയാലോ. വലത്തോട്ട് നിർത്തിക്കോ, നമ്മുടെ ഇറങ്ങിക്കോളാം. ഹംസല്ലേ ഇത്? എന്താ കാറൊക്കെ? അതെ, ഈ അങ്ങാടിയിൽ ഒരു കാറിൽ വന്ന് ഇറങ്ങണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് നടന്നു. വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം, ഞാൻ പോയിക്കോളാം. താങ്ക്സ്.